യത്ര ബലേർഭൂയാനനുഗ്രഹഃ അത്രേര്യത്തെ നവാധ്യായ. 9 അധ്യായങ്ങളിലാണ് ബലിചക്രവർത്തി ഉപാഖ്യാനം. കാണുന്നവർക്ക് ബലിയെ നിഗ്രഹിച്ചതുപോലെ തോന്നുള്ളൂ. കാരണം ചെറിയ കാല് കാണിച്ച് വലിയ കാല് കൊണ്ട് അളക്കണം, ഇതൊക്കെ ബലിയെ നിഗ്രഹിച്ചതുപോലെ തോന്നും. പക്ഷേ നിഗ്രഹ ചലതോയത്ര ബലേർ ഭൂയാൻ അനുഗ്രഹ. ബലിചക്രവർത്തിക്ക് വലിയ അനുഗ്രഹമാണ് ഭഗവാൻ ചെയ്തത്. ഈ കഥ ഇവിടെ 15 മുതലുള്ള അധ്യായങ്ങളിൽ 15 മുതൽ 23 അധ്യായങ്ങളിലാണ് വർണ്ണിക്കുന്നു. 23 വരെ ഉള്ള അധ്യായങ്ങളിൽ ഈ ബലിചക്രവർത്തി ദേവാസുര യുദ്ധത്തിൽ ബോധം കെട്ട് വീണപ്പോൾ ശുക്രാചാര്യൻ നാമം ജപിച്ച് അദ്ദേഹത്തിനെ ഒന്ന് നേരാക്കി. കാരണം ബോധം കെട്ട് വീണത് ഭഗവാന്റെ ആ തിരുവുരുവൻ നോക്കിയിട്ടാണ് മയങ്ങി വീണു. അപ്പോൾ ഭഗവാന്റെ നാമം ചൊല്ലി തൊട്ടപ്പോൾ ആ ബോധം നീങ്ങി. ഭൃഗു തൻ്റെ ആചാര്യൻ ശുക്രാചാര്യനോട് ചോദിക്കുന്നു, ഞങ്ങൾ അസുരന്മാരല്ലേ, ഞങ്ങൾ പൂജിച്ചാൽ ഭഗവാൻ അനുഗ്രഹിക്കുമോ ചോദിക്കുമ്പോഴാണ് ഭഗവാനുക്ക് ഭേദമില്ലേ, ആര് പൂജിച്ചാലും അനുഗ്രഹിക്കും. അപ്പോൾ അവർ ഒരു യാഗം ചെയ്തു. തം ബ്രാഹ്മണാ ഭൃഗവഃ പ്രീയമാണാഃ അയാജയൻ വിശ്വജിതഃ തൃണാകം ജിഗീഷമാണം വിധിനാഭിഷിച്യ മഹാഭിഷേകേന മഹാനുഭാവാഃ. വിശ്വജിത്ത് എന്ന പേരുള്ള യാഗം ചെയ്യിച്ചു. ആ യാഗകുണ്ടത്തിൽ നിന്നും ദിവ്യമായ തേര്, വില്ല്, കുതിരകൾ എല്ലാം കിട്ടി. പിന്നെ ആചാര്യൻ ഒരു ശംഖവും കൂടി കൊടുത്തു. ആ ശംഖും എടുത്ത് ദേവലോകത്തിൽ നിന്ന് ശംഖ് വിളിച്ചപ്പോൾ ദേവന്മാർക്ക് പേടിച്ചു. അവർ നേരെ സ്വന്തം ഗുരുനാഥൻ ബൃഹസ്പതിയോട് പറഞ്ഞു, ബലിചക്രവർത്തി യുദ്ധത്തിന് വന്നിട്ടുണ്ട്, നിങ്ങൾ എന്ത് ചെയ്യും? യുദ്ധത്തിന് പോകാൻ ഒരു നല്ല മുഹൂർത്തം പറയണേന്. അദ്ദേഹം പഞ്ചാംഗം നോക്കി, ഒരു മുഹൂർത്തം മാത്രമേ നല്ല മുഹൂർത്തം ഉള്ളൂ, അത് യുദ്ധം ചെയ്യാനുള്ള മുഹൂർത്തമില്ലേ, ഓടി രക്ഷപ്പെടാനുള്ള മുഹൂർത്തമേ ഉള്ളൂ, ഓടിക്കോളൂ പറഞ്ഞു. എന്താ കാരണം? ഒന്ന് ഗുരു രക്ഷിക്കണം, അല്ലെങ്കിൽ ഹരി രക്ഷിക്കണം. ഹരിയും കൈവിട്ട് ഗുരുവും കൈവിട്ടാൽ ദേവന്മാർക്കും ബുദ്ധിമുട്ടാണ്. അവരൊക്കെ ഭിക്ഷക്കാരെ പോലെ ഭൂലോകത്തിൽ സഞ്ചരിക്കുന്നു. ഈ സമയത്താണ് ദേവന്മാരുടെ അമ്മ അദിതി തൻ്റെ ഭർത്താവോട് ചോദിച്ചു, എൻ്റെ മക്കൾ നന്നാവാൻ എന്തെങ്കിലും ഒരു മന്ത്രം ഉപദേശിക്കണേ. അദ്ദേഹം പയോവ്രതം എന്ന വ്രതം ഉപദേശിച്ചു. 12 ദിവസം മീനമാസം വെളുത്തവാവ് പ്രഥമ മുതൽ ദ്വാദശി പര്യന്തം 12 ദിവസം മഹാവിഷ്ണു പാൽപ്പായസം നേദിച്ച് പാൽ നിവേദിച്ച് ആ പാൽ തന്നെ കഴിച്ചുകൊണ്ട് ചെയ്യുന്ന വ്രതമാണ് പയോവ്രതം എന്നാണ് പേര്. അത് ഉപദേശിച്ചു. അത് ചെയ്തു കഴിഞ്ഞപ്പോൾ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, അമ്മേ പേടിക്കേണ്ട, ഞാൻ നിൻ്റെ മകനായി ജനിച്ച് ആ ബലിചക്രവർത്തിയുടെ കയ്യിൽ നിന്നും ദാനമായിട്ട് വാങ്ങിത്തരാം. കാരണം ബലിചക്രവർത്തിയോട് യുദ്ധം ചെയ്യാൻ എന്നെക്കൊണ്ട് പറ്റില്ല. കാരണം 3 നല്ല ഗുണ ആളാണ്. ബ്രഹ്മണ്യൻ, വദാന്യൻ, സത്യസന്ധൻ. നല്ല ബ്രാഹ്മണ ഭക്തനായിരിക്കുന്നു, പിന്നെ സത്യസന്ധനായിരിക്കുന്നു, ആര് എന്ത് ചോദിച്ചാലും വാരിക്കോരി കൊടുക്കുന്നു. ഇങ്ങനെയുള്ള ആളോട് യുദ്ധം ചെയ്താൽ ഞാൻ പോലും തോറ്റുപോകും. നവിക്രമസ്തത്ര സുഖം ദദാതി. അതുകൊണ്ട് നിൻ്റെ പുത്രനായി ജനിച്ചോളാം, ഈ കാര്യം വേറെ ആരോട് പറയേണ്ട. ഇത് പറഞ്ഞ് ഭഗവാൻ പുറപ്പെട്ട ശേഷം അതിഥി ആശ്രമത്തിലെത്തിയപ്പോൾ കശ്യപൻ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിഥിക്ക് സങ്കടമായി. ഈ കാര്യം വേറെ ആരോട് പറയേണ്ട പറഞ്ഞല്ലോ ഭഗവാൻ. ഒരു പതിവ്രതയായ സ്ത്രീ ഭർത്താവോട് ഒന്നും മറച്ചു വയ്ക്കാൻ പാടില്ല. ഭഗവാൻ വെറുതെ പോയാൽ മതിയായിരുന്നു. ഇത് രഹസ്യമാണ്, നിൻ്റെ പുത്രനായി ഞാൻ ജനിക്കാൻ പോകുന്നത് രഹസ്യമാണ്, വേറെ ആളോട് പറയേണ്ട പറഞ്ഞാൽ മതി. പിന്നെ അത് വേറെ ആളോട് പറയാൻ തോന്നിപ്പോകും. ഒരു സ്ത്രീയോട് ഒരു രഹസ്യം പറയട്ടെ, വേറെ ആളോട് പറയേണ്ട പറഞ്ഞാൽ മതി. ഉടനെ ആ സ്ത്രീ എന്തിനും അടുത്ത സ്ത്രീ നിനക്കൊരു രഹസ്യം പറഞ്ഞു തരട്ടെ. ഇങ്ങനെ രഹസ്യമായി പോകും. ഇപ്പോൾ ഭർത്താവോട് എങ്ങനെ പറയുമെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് ഭർത്താവ് സ്വയം ചോദിക്കുന്നു, ഭഗവാൻ ദർശനം കൊടുത്തുവോ, നിൻ്റെ പുത്രനായി ജനിച്ചോളാം പറഞ്ഞുവോ, വേറെ ആളോട് പറയേണ്ട പറഞ്ഞുവോ എന്നൊക്കെ സ്വയം തൻ്റെ സമാധി കൊണ്ടു കശ്യപൻ മനസ്സിലാക്കി. പിന്നെ നല്ല മുഹൂർത്തത്തിൽ ഭഗവാന്റെ അവതാരം. ചിങ്ങമാസം ഓണ നക്ഷത്രത്തിലാണ് ഭഗവാന്റെ അവതാരം. ഇത്തം വിരിഞ്ചസ്തുതകർമ്മവീര്യ പ്രാദുർബഭൂവ അമൃതഭൂരദിത്യാം ചതുർഭുജ ശംഖ ഗദാബ്ജചക്ര പിശംഗവാസ നളിനായ തേക്ഷണ. ഭഗവാന്റെ അവതാര സമയത്ത് ദേവന്മാർക്ക് ഭഗവാനെ പാടുന്നു. ജയ ഹോ വാമന, ജയ ജയ ഹോ വാമന, ജയ ഹോ വാമന, ജയ ജയ ഹോ വാമന, ജയ ഹോ വാമന, ജയ നാരായണ, ജയ ഹോ വാമന, ജയ ഹോ വാമന, ജയ നാരായണ, ജയ ഹോ വാമന.
जय हो त्रिविक्रमा जय जय हो त्रिविक्रमा जय हो त्रिविक्रमा जय जय हो त्रिविक्रमा जय हो वामन जय नारायण जय हो त्रिविक्रमा जय हो वामन जय नारायण जय हो त्रिविक्रमा जय जय हो वामना जय जय हो वामना जय बोलो वामन भगवान की प्रजापतिश्चाह जयेति विस्मितः കശ്യപ പ്രജാപതിയാണ് പ്രജാപതി വാമന ഭഗവാനുക്ക് ജയെന്ന് പ്രാർത്ഥിച്ചു. ഈ വാമന ഭഗവാന്റെ അവതാര ദിനമാണ് കേരളത്തിൽ പ്രധാനമായിട്ട് എല്ലാവരും ആഘോഷിക്കുന്നു ഓണം. കാരണം 2 നക്ഷത്രത്തിനാണ് തിരു പറയാറുള്ളൂ തമിഴ്നാട്ടിൽ. തിരുവോണം തിരുവാതിര. തിരുവാതിര മഹാദേവൻ്റെ നക്ഷത്രം, തിരുവോണം മഹാവിഷ്ണുവിൻ്റെ നക്ഷത്രം. ഈ കേരളീയർ വാമന ഭഗവാൻ പൂജിക്കാൻ കാരണം കേരളീയരെ പോലെയാണ് ഈ വാമന അവതാരം. വാമന ഭഗവാൻ കയ്യിൽ കുട വച്ചിട്ടുണ്ട്. കേരളീയന് എപ്പോഴും കയ്യിലെ കുട വെച്ച് നടക്കും. അപ്പം നമ്മളെപ്പോലുള്ള അവതാരം എന്ന് വിചാരിച്ചിട്ടുണ്ടാവാം. പക്ഷേ ശരിക്കും ഇവിടെ കേരളത്തിൽ ഇത് പൂജിക്കാൻ തൃക്കാക്കരയപ്പനെയാണ് അവർ വാമനനായിട്ട് പറയുന്നു. കാരണം അവിടെ ഒരു ഭക്തൻ ഒരു വാഴത്തോട്ടം ഉണ്ടാക്കി വച്ചിരുന്നു. അല്ല, കൊടുങ്കാറ്റ് വീശുന്ന സമയത്ത് ഭഗവാനോട് പ്രാർത്ഥിച്ചു, തൃക്കാക്കരയപ്പനെ ഒന്ന് നോക്കി എൻ്റെ ഈ വാഴത്തോട്ടം വീഴാതെ രക്ഷിച്ച് കാത്തു തരണേന്ന് പ്രാർത്ഥിച്ചു. തൃക്കണ്ണാൽ ഒന്ന് നോക്കനേന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഭഗവാൻ തൻ്റെ നോട്ടം കൊണ്ട് ആ വാഴ വീഴാതെ നോക്കി രക്ഷിച്ചു. അങ്ങനെ ഭഗവാന്റെ നേത്രം കൊണ്ട് രക്ഷിച്ചപ്പോൾ ആ പഴത്തിൻ്റെ നേന്ത്രപ്പഴം എന്ന് പേര് വന്നു. ആ നേത്രപ്പഴമാണ് പിന്നെ നേന്ത്രം പഴം നമ്മൾ പറയുന്നു. വാമന അവതാരത്തിനെ നമ്മൾ അതേ നേദിക്കുള്ളൂ. എന്താ കാരണം ഭഗവാൻ തൻ്റെ നോട്ടം കൊണ്ട് കാത്ത് കൊടുത്ത ആ പഴം അത് കേരളത്തിൽ മാത്രമേ കിട്ടുള്ളൂ. ബാക്കി വേറെ സ്ഥലത്ത് കിട്ടില്ല. വേറെ സ്ഥലത്തിൽ പോകുമ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾ കിട്ടിയ അയച്ചാലേ കിട്ടുള്ളൂ. അങ്ങനെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് കിട്ടിയ പഴമാണ് നേത്രം പഴം. അത് നേന്ത്രപ്പഴം നമ്മൾ പറയുന്നു. പിന്നെ ഏത്തം പഴം പറയും. ഏത്തം പറഞ്ഞാൽ ഏറ്റം, കൂടുതൽ പെരുമ ഉള്ള പഴം. എല്ലാ പഴങ്ങളെക്കാൾ കൂടുതൽ ഏറ്റം എന്തുകൊണ്ടാണ്? അതിന് ഭഗവാന്റെ തൃക്കണ്ണിൻ്റെ കടാക്ഷം കിട്ടിയത് കൊണ്ടാണ് അതിന് പെരുമ കിട്ടി. അങ്ങനെ വാമന ഭഗവാൻ ആദ്യം ചതുർഭുജ ശംഖചക്ര ഗദാധാരിയായി ദർശനം കൊടുത്തപ്പോൾ കശ്യപനും അതിഥിയും ചെറിയ ഉണ്ണിയായി മാറണേ പ്രാർത്ഥിച്ചു. അപ്പോൾ 7 വയസ്സ് ഉണ്ണിയായി മാറി. 7 വയസ്സ് ഉണ്ണിയായി മാറിയപ്പോൾ ഉടനെ ഉപനയന സംസ്കാരം ചെയ്തു. കാരണം 7 വയസ്സാകുമ്പോൾ ബ്രാഹ്മണന്മാർക്ക് ഉപനയന സംസ്കാരം നടത്തണം. അങ്ങനെ ബൃഹസ്പതി ബ്രഹ്മസൂത്രം ബൃഹസ്പതി ആ പൂണിൽ അണിയിച്ചു. പിന്നെ സൂര്യഭഗവാൻ ഗായത്രി മന്ത്രം ഉപദേശം കൊടുത്തു. ദദൗ കൃഷ്ണാജിനം പിന്നെ പുല്ലുകൊണ്ട് ദർഭപ്പുല്ലുകൊണ്ട് ബെൽറ്റ് കെട്ടണം. അത് കശ്യപൻ കട്ടിയിട്ടു. മാൻതോൾ ഇങ്ങനെ ശരീരത്തിൽ വസ്ത്രം പോലെ ഇങ്ങനെ ഇടണം. മാൻതോൾ ഇപ്പോൾ അത്രയും നിറച്ചും കിട്ടുന്നില്ലേ. പിന്നെ പോലീസുകാർ വിളിച്ചു കൊണ്ടുപോകും. അതുകൊണ്ട് ചെറുതായിട്ട് ഇങ്ങനെ ഇടുന്നു. അത് ആ ഭൂമിദേവി മാൻതോൾ കൊടുത്തു. ദണ്ഡം സോമവും കയ്യിൽ ഒരു അരസമരത്തിൻ്റെ ആൾത്തറയുടെ ദണ്ഡം കയ്യിൽ വയ്ക്കണം. അത് വെച്ചാൽ മെമ്മറി പവർ കൂടുതലാകും. അത് കൊടുത്തു ചന്ദ്രൻ. അമ്മ കൗബീനം അണിയിച്ചു. 7 വയസ്സിൽ ഉപനയന സംസ്കാരം നടത്തുമ്പോൾ ഇങ്ങനെ കൗബീനം കോണഹമൊക്കെ അണിയിക്കാൻ പറ്റും. ഇപ്പോൾ 7 വയസ്സില്ലേ, 17, 27 വയസ്സിൽ കല്യാണത്തിൻ്റെ തലേ ദിവസമാണ് പൂണൽ. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇവിടെ കൗബീനം അണിയിച്ചു അമ്മ. പിന്നെ ആകാശരാജൻ കൊട കൊടുത്തു. ബ്രഹ്മാവ് കമണ്ടൽ കൊടുക്കുന്നു. ദർഭപ്പുല്ല് കൊടുത്തു സപ്തഋഷീശ്വരന്മാർ. സ്ഫടികമാല കൊടുത്തു സരസ്വതി ദേവി. പിന്നെ കുബേരൻ ഭിക്ഷാപാത്രം കൊടുത്തു. ഭിക്ഷ അമ്മയോട് അടുത്ത് ചോദിക്കണം. അമ്മ പറഞ്ഞാൽ സ്വന്തം അമ്മയുടെ അടുത്താണ് ചോദിക്കേണ്ടത്. എന്താ കാരണം? ഇല്യേന്ന് പറയാത്ത ആളോടാണ് ആദ്യം ചോദിക്കണം. ഇല്യേനെ പറയാത്ത ആൾ ആരാണ്? അമ്മയാണ്. രാത്രി 12 മണിക്ക് വന്ന് അമ്മ എന്തെങ്കിലും ഉണ്ടോ ചോദിച്ചാൽ ഉണ്ട് പറയും. ഒന്നും ഉണ്ടാവില്ലേ. പിന്നെ എന്തെങ്കിലും റവ ഉപ്പുമാരെങ്കിലും ഉണ്ടാക്കി കൊടുക്കും അമ്മ. ഭാര്യ അങ്ങനെയില്ലേ, പാല് മാത്രമേ ഉള്ളൂ, കുടിച്ച് കിടന്നുള്ളൂ പറയും. എൻ്റെ ഭാര്യയല്ലേ പൊതുവായിട്ട് പറയുമ്പോൾ. അപ്പോൾ അങ്ങനെ അമ്മ ഇല്ല പറയാത്ത ആളോട് ചോദിക്കണം. അതുകൊണ്ടാണ് അമ്മയോട് ചോദിക്കണം പറയാറുണ്ട്. ഇവിടെ അമ്മ കാത്തിരിക്കുന്നു അതിഥി ദേവി. പക്ഷേ അവിടെ വന്നിട്ടുണ്ട് പാർവതി ദേവി.
എനിക്ക് കൊടുക്കാൻ ഒന്നില്ലല്ലോ വിചാരിക്കുമ്പോൾ തൻ്റെ സഹോദരിയുടെ സങ്കടം നോക്കിയിട്ട് ഭഗവാൻ എന്ത് ചെയ്തു? ആ ചോട്ടാനിക്കര അമ്മയോട് പ്രാർത്ഥിച്ചു, ഭിക്ഷാം ഭഗവതി സാക്ഷാത് ഉമാദാദംബികാ സതി. അമ്മയില്ലെങ്കിൽ സഹോദരിയോട് ഭിക്ഷ ചോദിക്കാം. അപ്പോൾ സഹോദരി ഇവിടെ ഭിക്ഷ സമർപ്പിച്ചു. പിന്നെ അഗ്നിയെ ഉപാസിച്ചിട്ട് ഭഗവാൻ ദാനം വാങ്ങാൻ വേണ്ടി പുറപ്പെട്ടു. ഭൃഗുകച്ഛം എന്ന സ്ഥലം ഇപ്പോൾ ബാംബെയിൽ നിന്നും ബറോഡ പോകുന്ന വഴിയിൽ ഭറുച്ച് എന്നൊരു സ്റ്റേഷനുണ്ട്. അതാണ് ഭൃഗുകച്ഛം എന്നിവിടെ പറയുന്നു. തം നർമ്മദായാസ്തട ഉത്തരേ ബലേഹി യരുത്വിജസ്തേ ഭൃഗുകച്ഛ സംജ്ഞകേ പ്രവർത്തയന്തോ ഭൃഗവഃ കൃതോത്തമം വ്യചക്ഷത ആരാത് ഉദിതം യഥാരവയം. ആ യജ്ഞശാലയിൽ ഭഗവാൻ വന്നപ്പോൾ എല്ലാ ഋഷീശ്വരന്മാരും ആരാണ്? സൂര്യനാണ് പറഞ്ഞത്. സൂര്യക്കിലായാതി, ഇല്ലെങ്കിൽ സൂര്യനില്ലേ, അഗ്നിയാണ് പറഞ്ഞത്. ഉതവാ വിഭാവസുഹു, ഇല്ല സനത്കുമാരനാണ് പറഞ്ഞത്. അങ്ങനെ ഈ ഋഷീശ്വരന്മാർക്ക് നോക്കി ആരാണ് പറഞ്ഞതെന്ന് മനസ്സിലാവാതെ ബുദ്ധിമുട്ടുമ്പോൾ ബലിചക്രവർത്തി മനസ്സിലാക്കി. എങ്ങനെ മനസ്സിലാക്കി? മനസ്സിലാക്കാൻ പറ്റാത്ത ആൾ പറഞ്ഞു മനസ്സിലാക്കി. അങ്ങനെ അദ്ദേഹത്തിനെ വിളിച്ചു വരുത്തി പാദപൂജ ചെയ്തു. എന്ത് വേണം ചോദിച്ചപ്പോൾ 3 അടി മണ്ണ് വേണം. ഉടനെ ബലിചക്രവർത്തി തൻ്റെ കാൽ കൊണ്ട് അളക്കാൻ പുറപ്പെട്ടപ്പോൾ ഭഗവാൻ പറഞ്ഞു, നിൻ്റെ കാലില്ലേ, എൻ്റെ കാൽ കൊണ്ട് 3 അടി മണ്ണ് തന്നാൽ മതി. സംഹിതാനി പദാമമ. ശരി പറഞ്ഞ് ദാനം ചെയ്യാൻ പുറപ്പെട്ടപ്പോഴാണ് ശുക്രാചാര്യൻ കൈയടിച്ച് വിളിച്ചു, ഇവിടെ വരൂ. വന്ന ആളെ മനസ്സിലായോ? ഒരു ബ്രാഹ്മണ കുട്ടി വന്നിട്ടുണ്ട്, ഞാൻ നിരച്ച് തരാൻ പറയുന്നുണ്ട്, പക്ഷേ മതി മതി പറയുന്നു. അപ്പോൾ ശുക്രാചാര്യൻ പറഞ്ഞു, സാധാരണ ബ്രാഹ്മണന്മാർ മതി പറയാറേ ഇല്ലേ, 1,00,000 രൂപ കൊടുത്താലും അത് വാങ്ങി സഞ്ചിയിൽ വെച്ച് ആട്ടോ ചാർജ് ഒരു 100 രൂപ, ഒരു വണ്ടിക്കൂലി 100 രൂപ എക്സ്ട്രാ മേടിച്ച് പോകും. അപ്പോൾ ഇത് മതി മതി പറയുന്നത് സാക്ഷാത് ഭഗവാനാണ്. ശുക്രാചാര്യൻ എങ്ങനെ മനസ്സിലാക്കി? ഭഗവാൻ ദാനത്തിന് പുറപ്പെട്ടപ്പോൾ മഹാലക്ഷ്മിയും ഒപ്പം വരാൻ പറഞ്ഞു. അപ്പോൾ മഹാലക്ഷ്മിയെ തൻ്റെ മാന്തോളുടെ ഇടയിൽ ഇവിടെ ഇരുന്നോളൂ പറഞ്ഞിങ്ങനെ മറച്ച് വെച്ചിട്ടാണ് വന്നിരിക്കുന്നത്. ബലിചക്രവർത്തി ദാനം ചെയ്യാൻ പുറപ്പെട്ടപ്പോഴാണ് മഹാലക്ഷ്മി ബലിചക്രവർത്തിയെ ഒന്ന് നോക്കാൻ വേണ്ടി ഇങ്ങനെ നോക്കുമ്പോഴാണ് ശുക്രാചാര്യൻ മനസ്സിലാക്കി വന്നത് ഭഗവാനാണ്. ദാനം കൊടുക്കേണ്ടാൻ പറഞ്ഞു. ബലിചക്രവർത്തി പറഞ്ഞു, ഞാൻ തറാൻ പറഞ്ഞു പോയല്ലേ, എങ്ങനെ നുണ പറയും? കുഴപ്പമില്ലേ, ചില ദിക്കിൽ നുണ പറഞ്ഞാൽ കുഴപ്പമില്ലേ. സ്ത്രീഷു നർമ്മ വിവാഹേച്ച, സ്ത്രീകളോട് നുണ പറഞ്ഞാൽ കുഴപ്പമില്ലേ. അല്ലെ, എല്ലാ സ്ത്രീകളോട് പറയാൻ പാടില്ലേ. സ്വന്തം ഭാര്യയോട് നുണ പറഞ്ഞാൽ കുഴപ്പമില്ലേ. നിന്നെപ്പോലെ സുന്ദരി ഈ ലോകത്തിലില്ലേ എന്ന് പറഞ്ഞോളൂ. സ്വന്തം ഭാര്യയോട് പറഞ്ഞാൽ കുഴപ്പമില്ലേ. സ്ത്രീഷു, പിന്നെ സുഹൃത്തിനോട് തമാശത്തിന് ഒരു നുണ പറഞ്ഞാൽ കുഴപ്പമില്ലേ. ഒരു വിവാഹം നടത്താൻ നുണ പറഞ്ഞാൽ കുഴപ്പമില്ലേ. ആപത്ത് കാലത്തിൽ നുണ പറഞ്ഞാൽ കുഴപ്പമില്ലേ. അപ്പോഴാണ് ബലിചക്രവർത്തി പറയുന്നു, ആപത്ത് കാലത്തിൽ നുണ പറയണമെങ്കിൽ എൻ്റെ മുത്തച്ഛൻ പറഞ്ഞിരിക്കില്ലേ. പ്രഹ്ലാദനെ ഹിരണ്യകശിപു കയ്യിൽ വാളും പിടിച്ച് തൂണിൽ ഭഗവാനുണ്ടോ ചോദിക്കുമ്പോൾ ചെറിയ കുട്ടി 5 വയസ്സ് കുട്ടി പ്രഹ്ലാദൻ അച്ഛ എന്നെ തള്ളരുതേ, ആ തൂണിൽ ഉമ്മച്ചും ഉണ്ടോ അറിഞ്ഞുകൂടാൻ കളയേണ്ട വയസ്സല്ലേ. ആ വയസ്സിൽ ധൈര്യമായിട്ട് പറഞ്ഞില്ലേ. അതുകൊണ്ടല്ലേ ഭഗവാൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. ആ പ്രഹ്ലാദൻ്റെ പേരക്കുട്ടിയാണ് ഞാൻ. പ്രാഹ്ലാദിഹി കിതവോയഥ, ആ ഭഗവാൻ എന്നെ രക്ഷിച്ചാലും ശിക്ഷിച്ചാലും ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞ് ദാനം ചെയ്യാൻ പുറപ്പെട്ടപ്പോൾ ദേവന്മാർക്ക് പോലും അത്ഭുതം തോന്നി. അവർ നിറച്ചും കൊട്ടയിൽ പൂ വച്ചിരുന്നു. അത് കാണാൻ വാമന ഭഗവാനുക്ക് ഇടാൻ വേണ്ടിയാണ്. ധൈര്യമായിട്ട് ഭഗവാനുക്ക് ദാനം ചെയ്യുന്ന ബലിചക്രവർത്തിയുടെ ധൈര്യം കണ്ടപ്പോൾ പിന്നെ എന്ത് ചെയ്തു? വാമന ഭഗവാനുക്ക് ഒരു പൂവും ഇട്ടിട്ടില്ലേ, എല്ലാ പൂവും ബലിചക്രവർത്തി ശിരസിൽ അവർ അഭിഷേകം ചെയ്തു. തഥാ അസുരേന്ദ്രം ദിവി ദേവതാ ഗണാഹ ഗന്ധർവ വിദ്യാധര സിദ്ധചാരണാഹ. ബലിചക്രവർത്തിക്ക് പുഷ്പാഭിഷേകം നടത്തി, പൂമൂടൽ നടത്തി. 33 കോടി ദേവന്മാർ പൂവിട്ടപ്പോൾ ബലിചക്രവർത്തി ശരീരം തന്നെ മൂടിപ്പോയി. ആ പൂക്കൾ മാറ്റി നോക്കുമ്പോഴാണ് വന്ന വാമണൻ അവിടെ ഇല്ലേ. വാമണൻ വളരാൻ തുടങ്ങി. തദ്വാമണം രൂപം അവർദ്ധത അദ്ഭുതം. ഇവിടെയും ചില മഹാത്മാക്കൾ പറയുന്നുണ്ട്, ദാനം കൊടുക്കാൻ വേണ്ടി ഗിണ്ടിയിൽ വെള്ളം ഒഴിക്കുന്ന സമയത്ത് ശുക്രാചാര്യൻ ഒരു വണ്ടിൻ്റെ രൂപം സ്വീകരിച്ച് ഗിണ്ടിയിൽ അടച്ചിരുന്നു. അപ്പോൾ ഭഗവാൻ തൻ്റെ ദർഭപ്പുല്ല് കൊണ്ടുകൊണ്ട് കുത്തിയപ്പോൾ എന്തായി? ശുക്രാചാര്യൻ്റെ കണ്ണ് പോയി, ഒരു കണ്ണ്. പിന്നെ അദ്ദേഹം ഓടി രക്ഷപ്പെട്ടു. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, നല്ല കാര്യത്തിന് ദാനം ചെയ്യുന്ന ഒരാളോട് വേണ്ടാൻ പറഞ്ഞാൽ നമുക്ക് കണ്ണിൻ്റെ പ്രശ്നമുണ്ടാകും. പിന്നെ ആ ശുക്രാചാര്യൻ തമിഴ്നാട്ടിൽ കുംഭകോണം അടുത്ത് തിരുവെള്ളിയങ്കുടി ഒരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിൽ ഭഗവാനെ പൂജിച്ചാണ് വീണ്ടും കണ്ണ് തിരിച്ച് കിട്ടി. അതാണ് തിരുവെള്ളി. ശുക്രൻ്റെ പേരാണ് വെള്ളിയാഴ്ചയല്ലേ, ശുക്രവാരം. അതുകൊണ്ടാണ് അവിടെ നെയ്ദീപം സമർപ്പിച്ചാൽ നമുക്ക് കണ്ണിൻ്റെ കാഴ്ച കിട്ടും എന്നൊക്കെ പറയാറുണ്ട്.
അങ്ങനെ ശുക്രാചാര്യൻ തടഞ്ഞിട്ടും ധൈര്യമായിട്ട് ദാനം കൊടുത്തു. ഭഗവാൻ വലിയ രൂപം സ്വീകരിച്ച് ഒരു കാൽ കൊണ്ട് ഭൂമി അളന്നെടുത്തു. രണ്ടാമത്തെ കാൽ ഉയർത്തിയപ്പോൾ സുവർലോകം, മഹർലോകം, ജനലോകം, തപോലോകം, സത്യലോകം വരെ ചെന്നു. അപ്പോൾ ബ്രഹ്മാവ് പാദപൂജ ചെയ്തു. ബ്രഹ്മാവിൻ്റെ പാദപൂജ തീർത്ഥം ഗംഗയായി ഓടി വരുന്നു. പിന്നെ ബലിചക്രവർത്തിയുടെ മൂന്നാമത്തെ അടി എവിടെയായി ചോദിച്ചപ്പോൾ ബലിചക്രവർത്തിയുടെ അഹങ്കാരം മാറി തല താഴ്ത്തി മൂന്നാമത്തെ അടിയായി എന്നെ തന്നെ സ്വീകരിക്കണേന്ന് പ്രാർത്ഥിച്ചപ്പോൾ ചെറിയ കാലുകൊണ്ടും ബലിചക്രവർത്തിയെ മൂന്നാമത്തെ അടിയായി സ്വീകരിച്ചു. പിന്നെ ബലിചക്രവർത്തിയോട് പറഞ്ഞു, നീ പാതാളത്തിൽ സുതലം ഒരു സ്ഥലമുണ്ട്, നല്ല സ്ഥലമാണ്, അവിടെ പോയി ഇരുന്നോളൂ. ബലിചക്രവർത്തി പറഞ്ഞു, എനിക്ക് പാതാളം സുതലം ഒന്നും വേണ്ട, നിങ്ങളുടെ പാദം മതി എന്ന് പാദം പിടിച്ചിരിക്കുന്നു. ഭഗവാൻ പറഞ്ഞു, അടുത്ത മന്വന്തരത്തിൽ നിന്നെ ഇന്ദ്രനാക്കാം, ഇന്ദ്രൻ്റെ സ്ഥാനം തന്നെ തരാം, ഇന്ദ്രസ്ഥാനം വേണ്ട, എനിക്ക് ഈ പാദം മതി എന്ന് കാലെടുക്കാൻ സമ്മതിക്കില്ല, ഇങ്ങനെ പിടിച്ചു വച്ചിരിക്കുന്നു. അവസാനം ഭഗവാൻ പറഞ്ഞു, നീ സുതരലോകത്തിൽ നിൻ്റെ മുത്തശ്ശൻ്റെ ഒപ്പം നാമം ജപിച്ചു കൊണ്ടിരുന്നോളൂ, നിൻ്റെ വീട്ടിൽ കാവൽക്കാരനായി ഞാൻ തന്നെ വന്നോളാം എന്ന് പറഞ്ഞ് ഭഗവാൻ പറഞ്ഞു വിട്ടു. ഈ കഥയാണ് എല്ലാവരും മാറ്റി പറയുന്നു. ചെറിയ കാല് കാണിച്ച് വലിയ കാല് കൊണ്ട് അളന്നെടുത്തുന്നു. ശരിക്കും പറഞ്ഞാൽ ഭഗവാൻ വഞ്ചിച്ചിട്ടില്ലേ, ഭഗവാനാണ് വഞ്ചിക്കപ്പെട്ടു. ദാനം വാങ്ങാൻ വേണ്ടി പുറപ്പെട്ട ഭഗവാൻ അവസാനം എന്ത് ചെയ്തു, തന്നെ ദാനമായി കൊടുത്തു. ഇപ്പോഴും ബലിചക്രത്തിലെ വീട്ടിൽ ഗേറ്റ് കീപ്പറായിട്ട് ഭഗവാൻ നിൽക്കുന്നുണ്ട്. എന്താ കാരണം? ആ ബലിചക്രത്തിലെ ഭക്തിയാണ്. എല്ലാം മുഴുവനും സമർപ്പിച്ചില്ലേ, നമ്മൾ മുഴുവനും സമർപ്പിക്കാറില്ലേ? ഇങ്ങനെ പർസ് നോക്കി ഭണ്ഡാരത്തിലിടണമെങ്കിൽ ഏറ്റവും ചെറിയ പൈസ ഏതാണോ അതേ ഇടുള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് ചെറുതായിട്ട് കിട്ടുന്നുണ്ടോ. ബലിചക്രത്തിൽ മുഴുവനും കൊടുത്താൽ അവൻ ചിലപ്പോൾ മുഴുവനും കിട്ടും. അങ്ങനെ ബലിചക്രവർത്തിയുടെ കാവൽക്കാരനായിട്ട് ഇപ്പോഴും ഭഗവാൻ നിൽക്കുന്നു. ഈ ചരിത്രം വേദത്തിൽ പറഞ്ഞ ചരിത്രമാണ്. ഇതം വിഷ്ണുർവിചക്രമേ ത്രേധാനിദധേ പദം സമൂലമസ്യ പാകും സരേ. ഭഗവാൻ 3 അടി അളന്നു എന്ന് വേദം തന്നെ പറയുന്നു. ഷണ്ണോ വിഷ്ണുരുക്രമ. ആ ഉരുക്രമൻ ത്രിവിക്രമൻ നമുക്ക് ക്ഷേമം തരട്ടെ എന്ന് ഉപനിഷത്തിൽ ശാന്തിപാഠത്തിൽ പറയുന്നുണ്ട്. കാരണം നമുക്ക് എവിടെ പോകണമെങ്കിൽ സത്സംഗത്തിന് പോകാൻ കാല് വേണ്ടേ, കാലിൻ്റെ നല്ല ബലം വേണം, ഇരിക്കാനും കേൾക്കാൻ കാലിൻ്റെ ബലം വേണ്ടേ. ആ കാലിൻ്റെ ദേവതയാണ് ഉപേന്ദ്രൻ. ഈ വാമന ഭഗവാന്റെ പേര് ഉപേന്ദ്രൻ എന്നാണ് പേര്. അപ്പോൾ കാലിന് നല്ല ബലം വേണം, ആഗ്രഹിക്കുന്നവർ ഉപേന്ദ്രായ നമഃ ഉപേന്ദ്രായ നമഃ ഈ വാമനനെ പ്രാർത്ഥിച്ചാൽ മതി, നമുക്ക് നല്ല കാലിൻ്റെ ശക്തി ഉണ്ടാവും. ഉപേന്ദ്രായ നമഃ ഇല്ലെങ്കിൽ ത്രിവിക്രമായ നമഃ ഇങ്ങനെ വളർന്നല്ലേ. ആ ത്രിവിക്രമ ക്ഷേത്രം 3 സ്ഥലത്തിലുണ്ട്. കാഞ്ചീപുരത്തിൽ വിശ്വരൂപനായിരിക്കുന്ന ത്രിവിക്രമ ക്ഷേത്രം, പിന്നെ അതേപോലെ തിരുവണ്ണാമല അടുത്ത് ത്രിവിക്രമ ക്ഷേത്രമുണ്ട്. പിന്നെ മയിലാടുതുറൈ പറഞ്ഞ കുംഭകോണം തഞ്ചാവൂർ അടുത്ത് അവിടെ ഒരു ത്രിവിക്രമ ക്ഷേത്രം. അങ്ങനെ ഭഗവാൻ ത്രിവിക്രമനെ വളർന്ന കഥ വർണ്ണിച്ചപ്പോഴാണ്, ചെറുതായിട്ട് വന്ന് വലുതായി വളർന്ന കഥ വർണ്ണിച്ചപ്പോഴാണ് അതേപോലെ ഒരു ചരിത്രം ചെറിയ മത്സ്യമായി വന്ന് വളർന്ന മത്സ്യാവതാരം കൂടി ഇവിടെ വർണ്ണിക്കുന്നു. വേദത്തിൽ പറഞ്ഞ ചരിത്രം വർണ്ണിച്ചപ്പോഴാണ് വേദം രക്ഷിച്ച ചരിത്രം മത്സ്യാവതാരം ഇവിടെ വർണ്ണിക്കുന്നു. മത്സ്യഭഗവാനെ ഇവിടെ ഗുരുവായി വർണ്ണിക്കുന്നു. ആദ്യം ചെറിയ മത്സ്യമായി ഒരു രാജാവിൻ്റെ കയ്യിൽ, പാണ്ഡ്യദേശ രാജാവിൻ്റെ കയ്യിൽ ഭഗവാൻ വന്നു. പിന്നെ രാജാവ് ഗിണ്ടിയിലെടുത്ത് കൊണ്ടുപോയി, പിന്നെ കുടിക്കുന്ന വെള്ളത്തിലിട്ടു, പിന്നെ കിണറ്റിലിട്ടു, പിന്നെ കുളത്തിലിട്ടു. അത് വളർന്ന് പോകുന്നു. അവസാനം ഇനി കുളത്തിലൊന്നും ഇടാൻ പറ്റില്ല പറഞ്ഞപ്പോൾ സമുദ്രത്തിൽ കൊണ്ടാക്കുമ്പോഴാണ്, നിന്നെ ശരണം പ്രാപിച്ച് എന്നെ സമുദ്രത്തിൽ കൊണ്ടാക്കാവോ ചോദിച്ചപ്പോഴാണ്, അപ്പോൾ നിങ്ങൾ ആരാണ് ചോദിക്കുന്നു. അപ്പോൾ പറഞ്ഞു ഭഗവാൻ, 7ാമത്തെ ദിവസം പ്രളയം ഉണ്ടാവും, നിന്നെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. ഒരു കൊമ്പുള്ള മത്സ്യമായി ഞാൻ ഇവിടെ ഉണ്ടാവും. ഭൂമിദേവി തന്നെ ഒരു തോണിയായി, ഒരു വഞ്ചിയായി വരും. വാസുകിയെങ്ക പെരുമ്പാമ്പ് വരും. ആ പെരുമ്പാമ്പിൻ്റെ ഒരു അറ്റം എൻ്റെ കൊമ്പിലും വേറെ അറ്റം ഈ വഞ്ചിയിലും കട്ടി വെച്ചോളൂ. സപ്തഋഷീശ്വരന്മാർ നിന്നെ സഹായിക്കാൻ അവിടെ എത്തും. നിന്നെ ഞാൻ ഈ പ്രളയജലം വറ്റുന്നത് വരെ കാത്ത് രക്ഷിക്കാം എന്ന് പറഞ്ഞ് ഭഗവാൻ പ്രളയം വന്നപ്പോൾ ഈ രാജാവിനെ, പാണ്ഡ്യദേശ രാജാവ് സത്യവ്രതനെ രക്ഷിച്ചു. അങ്ങനെ രക്ഷിച്ച സമയത്താണ് മത്സ്യഭഗവാൻ ചെയ്ത ഉപദേശമാണ് മത്സ്യപുരാണമായിട്ട് നമുക്ക് ഇപ്പോൾ കിട്ടുന്നു. ആ മത്സ്യഭഗവാനെ പ്രാർത്ഥിച്ചാൽ നമുക്ക് നല്ല ജ്ഞാനം ഉണ്ടാവും എന്നാണ് ഇവിടെ പറയുന്നു. പ്രളയപയസി ധാതുസുപ്തശക്തിർമുഖേഭ്യഃ ശ്രുതിഗണമപനീതം പ്രത്യുപാദത്തഹത്വാ ദിദിജമകഥയത്യോ ബ്രഹ്മസത്യവ്രതാനാം തമഹമഖിലഹേതും
ജിംഹമീനം നതോസ്മി. ആ മത്സ്യഭഗവാൻ പാണ്ഡ്യ രാജാവുക്ക് ദർശനം കൊടുത്തത് കൊണ്ടാണ് പാണ്ഡ്യദേശത്തിലുള്ള ആൾക്കാർക്ക് ഓരോ രാജാക്ക് ഓരോ കൊടിയുണ്ടല്ലോ. പാണ്ഡ്യദേശ രാജാവുക്കും മത്സ്യക്കൊടിയാണ്, പിന്നെ ചോഴദേശത്തിന് പുലി കൊടിയാണ്. അങ്ങനെ ഓരോ ദേശത്തിൽ അങ്ങ് മത്സ്യഭഗവാൻ അനുഗ്രഹിച്ചത് കൊണ്ടാണ് ഇപ്പോഴും മത്സ്യക്കൊടിയാണ് പാണ്ഡ്യ രാജാവിന് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തത്കാലം നിർത്താം.